37 അധ്യായം അതിന്റെ 14 വാക്യം. हम एक आयत को पढ़ेंगे अय्यूब की पुस्तक में से 37वें अध्याय 21 वाक्യം. Job chapter 37 verse 21. अय्यूब की पुस्तक 37 अध्याय उसकी 21 आयत को हम पढ़े. Amen. Praise the Lord. 37-21 പക്ഷേ 21. Yes. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. अब तो आकाश मंडल में का बड़ा प्रकाश देखा नहीं जाता, जब वायु चलकर उसको शुद्ध करती हैं. ഞാൻ ഇങ്ങനെ വേദം പറയാം, പലരുടെയും മുഖത്ത് വെട്ടം കാണുന്നില്ല, പക്ഷെ ദൈവം മുഖപ്രകാശം ഉദിച്ചാൽ മുഖത്ത് വെട്ടം ഉണ്ടാകും. और मैं ऐसे बोलना चाहूंगा कि अनेक लोगों के चेहरे में वो रोशनी दिखाई नहीं दे रहा, लेकिन यदि परमेश्वर का रोशनी यदि आपके ऊपर चमके तो आपका चेहरे का अनुभव बदल जाएगा. 4-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഇരുളടഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ഇരുളടഞ്ഞ സംഭവം. भजन संहिता 4 को जब हम पढ़ते हैं, दाऊद के जीवन में अंधकार भरा एक अनुभव आ जाता है. തന്റെ സ്വന്തം തലമുറ അതിനെതിരായി തിരിഞ്ഞു. दाऊद के खुद के संतान जो थे उसके खिलाफ उठकर खड़े हो जाते हैं. ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ. वो अच्छे से सो भी नहीं पाए, ऐसी एक अवस्था में वो पहुंच जाता है. കേവലം 50 പേരെ കൂട്ടുപിടിച്ച് രാജ്യത്വം തട്ടിയെടുക്കാൻ വേണ്ടി സ്വന്തം തലമുറ ദാവീദിനെതിരായിട്ട് അങ്ങ് തിരിഞ്ഞു. केवल 50 लोगों को अपने वश में करते हुए उस राज्य को अपने हासिल करने के लिए दाऊद का स्वयं उसकी बेटा जो है उसके खिलाफ खड़ा होता है. ആ രാത്രിയിൽ താൻ ഒരു വെളിപ്പാട് കാണുക. उस रात को प्रभु के दास एक दर्शन को देखता है. ഞാൻ ദൈവത്തിൻ്റെതാണല്ലോ, मैं परमेश्वर का हूँ, ദൈവത്തിന്റെ പൈതലാണല്ലോ, मैं प्रभु का एक संतान हूँ, എന്നെ അഭിഷേകം ചെയ്ത ദൈവമല്ലേ, मुझे अभिषेक देने वाला परमेश्वर है, എനിക്കൊരു ദൈവം ഉണ്ടല്ലോ. मुझे एक परमेश्वर है. അതാ പറയുക, യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേദനിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. और वहां पर दाऊद इस प्रकार कहता है कि परमेश्वर ने अपने लिए अपने भक्तों को अलग कर रखा है, ये मैं जानता हूँ. ആമേൻ. ഞാൻ ദൈവത്തിൻ്റെതാണെന്നൊരു വെളിപ്പാട് താൻ മനസ്സിലാക്കി. और दाऊद इस प्रकार से एक प्रकाशन उस समय जान गया कि मैं परमेश्वर का हूँ. ഉടനെ ദൈവത്തിന്റെ മുഖപ്രകാശം അവനിൽ അങ്ങ് ഉദിച്ചു. സൂര്യൻ ഉദിക്കുന്ന പോലെ. നമുക്കറിയാം, ഇരുളടഞ്ഞ അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് ഒക്കെ നല്ല മഞ്ഞ് കിടക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉരുകുന്നത് പോലെ ദൈവത്തിന്റെ മുഖപ്രകാശം ദാവീദിന്റെ ജീവിതത്തിൽ ഉദിച്ചു കഴിഞ്ഞപ്പോൾ നിരാശ പതുക്കെ മാറാൻ തുടങ്ങി, വെളിപ്പാട് നൽകാൻ തുടങ്ങി. ഞാൻ ദൈവത്തിനാണല്ലോ എന്ന വെളിപ്പാടിൽ അവൻ പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങി. जैसे अंधकार भरे एक शीतकालीन अनुभव में जब सूरज उग कर आते हैं तो जैसी परिस्थितियां वहां के बदल जाती हैं, वैसे दाऊद के जीवन में भी ऐसा हुआ कि उसके जीवन में जब अंधकार भरी अवस्थाओं में वो घेरे हुए थे, परमेश्वर का प्रकाश जब उसके ऊपर चमकता है, दाऊद की परिस्थितियां बदलने लगती हैं. സ്റ്റെപ്പായിട്ട് താൻ കയറാൻ തുടങ്ങി. और सीढ़ी दर सीढ़ी वो चढ़कर ऊपर की ओर जाने लगे. നിരാശയിൽ നിന്ന് കയറാൻ തുടങ്ങി. अपनी निराशा में से उठकर ऊपर की ओर जाने लगे. കർത്താവ് പറയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. और दाऊद उस समय में इस प्रकार कहता है, जब आमीन धन और संपत्ति बढ़ने के समय से भी अधिक आनंद तू मुझे देता है. ദൈവത്തിന്റെ മുഖപ്രകാശം ഉദിച്ചാൽ നമ്മുടെ സ്ഥിതിയാകെ മാറും. जब परमेश्वर की रोशनी यदि हमारे ऊपर चमकने लगे तो हमारी परिस्थिति बदल जाती है. പലരും പറയുന്നുണ്ട്, എന്റെ വഴിയെല്ലാം അടഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, എല്ലാ വഴികളും അടഞ്ഞിരിക്കുക. और कई लोग ऐसे बोलते हुए हम सुनते हैं कि मेरी सारी रास्ताएं बंद हो चुकी हैं, मैं क्या करना है मैं ये नहीं जानता हूँ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. मैं क्या करूं ये मैं नहीं जान पा रहा हूँ. അവിടെയാണ് ഇയ്യോബിന്റെ
37-21 ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നതിന് കാണാൻ പറ്റുന്നില്ല. और वहां पर अय्यूब ने इस 37वें अध्याय की 21वें आयत में हमने जो पढ़े आयत है कि अब तो आकाश मंडल में का बड़ा प्रकाश देखा नहीं जाता, എന്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുക. मेरी सारी रास्ताएं बंद हो चुकी हैं, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. मैं क्या करूं मैं नहीं जानता हूं. ഞാൻ മറുപടി അറിയാം, സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. मैं लेकिन आपको एक उत्तर देना चाहूंगा कि स्वर्ग में एक परमेश्वर है. ആ ദൈവത്തിന്റെ മുഖപ്രകാശം നിന്നിൽ ഉദിക്കാൻ തുടങ്ങിയാൽ, ആ നീസ് ഉദിക്കാൻ തുടങ്ങിയാൽ ആകെ മട്ടുമാറും. സ്റ്റെപ്പായിട്ട് കേറി ദാവീദ് പറഞ്ഞ പോലെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധിക സന്തോഷം ഹൃദയം നൽകിയെന്ന് പറയത്തക്ക നിലയിൽ അവസ്ഥ മാറ്റിത്തരാൻ ശക്തൻ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. तो परमेश्वर का वचन हमें ये बात को बताता है कि यदि परमेश्वर का उस रोशनी यदि हमारे ऊपर चमकने लगी तो हमारे जीवन की सारी परिस्थिति में एक बदलावट आने शुरू हो जाती है. जैसे दाऊद कहता है कि जब धन संपत्ति से भी बढ़कर जब परमेश्वर का कार्य मेरे ऊपर होने लगा तो मेरी सारी परिस्थितियां बदलने लगी. वैसा एक अनुभव हमारे और आपके जीवन में प्रभु देगा. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. और यहाँ पर अय्यूब इस प्रकार से बात कहता है कि यहाँ पर आकाश मंडल का बड़ा प्रकाश देखा नहीं जाता. അടുത്ത വാക്യത്തിൽ എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. लेकिन अगले ही शब्द में वचन में इस प्रकार लिखता है कि जब वायु चलकर उसको शुद्ध करती हैं. ഒരു സംഭവം ഞാൻ നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുക. एक घटना को मैं आपके सामने ले आना चाहता हूँ. ലോകപ്രസിദ്ധനായ ഒരു ഭക്തനായിരുന്നു ജോർജ് മുള്ളർ. दुनिया जानने वाला एक परमेश्वर का भक्त था जॉर्ज मुलर नाम का व्यक्ति. പ്രാർത്ഥനാ വീരനായിരുന്നു ആ മനുഷ്യൻ. वो प्रार्थना एक वीर के रूप में उसको जाना जाता है. അനാഥായ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തപ്പോഴും അദ്ദേഹം ദൈവത്തിലേക്ക് നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തിനോട് ദൈവം പ്രവർത്തിക്കുന്നു. अनाथालय में जब सुबह का नाश्ता का समय में भी आमीन जब उनके पास कुछ होता नहीं था वो प्रभु के दास परमेश्वर की ओर प्रार्थना करते थे और तुरंत प्रभु उनके लिए काम करता था. തന്റെ കണ്ണ് തടസ്സത്തിലേക്കോ സാഹചര്യത്തിലേക്കോ ഒരിക്കലും നോക്കത്തില്ല. തന്റെ കണ്ണ് ഉയർത്തുന്ന സ്വർഗത്തിലെ ദൈവത്തിലേക്കാണ്. और वो कभी भी अपनी परिस्थिति की ओर या अपनी मुश्किलों की ओर उसकी आंखें फंसती नहीं थी. वे हमेशा परमेश्वर की ओर अपनी आंखें खुली रखती थी. ഒരിക്കൽ തനിക്ക് US ക്യൂബെക്കിലേക്ക് പോകണം. और एक बार उन्हें US में से क्यूबेक नाम का जगह में जाना था. തനിക്ക് പിറ്റേ ദിവസം 9 മണിയാകുമ്പോൾ ക്യൂബെക്കിലെത്തണം. और उन्हें अगले दिन 9 बजे उस स्थान में पहुंचना है. താൻ കപ്പലിൽ കയറി. वो वहां से जहाज पर प्रवेश करता है. പ്രാർത്ഥിച്ചുകൊണ്ട് താൻ കപ്പലിൽ കയറി. प्रार्थना के साथ वो एक जहाज में प्रवेश करता है. കുറച്ച് സമയം മുന്നോട്ട് പോയി ക്യാപ്റ്റൻ ഡിക്ലെയർ ചെയ്തു, ഈ കപ്പലിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, മഞ്ഞ് മൂടി കിടക്കുകയാണ്. और थोड़ा समय जहाज आगे बढ़ने के पश्चात वहां उस जहाज के कप्तान इस प्रकार घोषणा करता है कि हम आगे की ओर बढ़ नहीं सकता क्योंकि बहुत कोहरा छाया हुआ है. ജോർജ് മുള്ളർ ചെന്ന് ക്യാപ്റ്റനോട് പറഞ്ഞു, എനിക്ക് രാവിലെ ക്യൂബക്കിലെത്തിയേ പറ്റത്തുള്ളൂ. जॉर्ज मुलर नाम की व्यक्ति जो है उस जहाज के कप्तान से जाकर कहता है कि मुझे किसी भी हाल कल सवेरे क्यूबेक में पहुंचना ही है. ഞാൻ ക്യാപ്റ്റനാ, യാതൊരു സാധ്യമല്ല, മഞ്ഞ് മൂടി കിടക്കുകയാന്ന് പറഞ്ഞു. और जहाज के कप्तान इस प्रकार कहता है कि जहाज को चलाने वाला कप्तान मैं हूं, किसी भी हालात से हम आगे नहीं बढ़ सकते हैं क्योंकि इतनी कोहरा छाई हुई है. അദ്ദേഹം പറഞ്ഞറിയോ, ജോർജ് മുള്ളർ പറഞ്ഞറിയോ? जॉर्ज मुलर नाम के व्यक्ति ने उसे क्या उत्तर दिया आप जानते हो? ഞാൻ ആശ്രയിക്കുന്ന കപ്പലിനെ അല്ല, मैं इस जहाज में भरोसा नहीं करता हूं ഈ മഞ്ഞുമേ അല്ല, और इन प्रकार के वातावरण के ऊपर भी भरोसा नहीं रखता हूं, താങ്കളെ അല്ല, मैं आपके ऊपर भी भरोसा नहीं रखता हूं. ഞാൻ നോക്കുന്നതും ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന ആരോട് പ്രാർത്ഥിക്കുന്നോ
ആ കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. और मैं जिससे प्रार्थना करता हूँ उसी परमेश्वर में मैं विश्वास रखता हूँ और उसी में मैं आश्रित रहता हूँ. എന്നെ ദൈവം അവിടെ എത്തിച്ചിരിക്കും. मुझे मेरा परमेश्वर वहां पर पहुंचा कर ही ഈ रहेगा. കപ്പലിന് കടിയിൽ മറ്റൊരു വഴി കർത്താവ് ഒരുക്കും. ये इस जहाज में यदि संभव ना हो तो परमेश्वर मेरे लिए एक दूसरा राह खोलेगा. യോജമുള്ള കൈ പിടിച്ചോണ്ട് ഇദ്ദേഹം മഞ്ഞ് ചൂണ്ടിക്കാണിച്ചു, കണ്ടോ യാതൊരത്തിലും മുന്നോട്ടാൻ സാധ്യമല്ല. മുള്ളർ വന്നറിയാവോ, ഞാൻ മഞ്ഞിനപ്പുറം എന്റെ ദൈവത്തെ കാണുന്നു, എന്റെ ദൈവം ഇവിടെ എത്തിക്കാൻ ശക്തനാണെന്ന്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. कप्तान जॉर्ज मुलर को बाहर ले जाकर दिखाता है कि देखिए इतनी बड़ी कोहरा छाने के कारण हम आगे की ओर बढ़ नहीं सकता, लेकिन जॉर्ज मुलर उससे इस प्रकार का उत्तर देता है कि मैं इस कोहरे के ऊपर से मैं अपना परमेश्वर को देखता हूं, मैं प्रार्थना करने के लिए जा रहा हूं. ഞാൻ മുട്ടുമടക്കാൻ പോവാന്ന് പറഞ്ഞു. जॉर्ज मुलर कहने लगा कि मैं घुटने टेक कर प्रार्थना करने जा रहा हूं. ക്യാപ്റ്റൻ പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞു. कप्तान भी कहने लगा कि मैं भी प्रार्थना करूंगा. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ ആശ്രയിക്കുന്ന കപ്പലിനെയും മഞ്ഞിനെയും ഒക്കെയാ, ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിൽ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞു. और जॉर्ज मुलर इस प्रकार कहने लगा कि तुम मेरे साथ प्रार्थना मत करो, क्योंकि तुम तो तुम्हारे आमीन वातावरण को और तुम्हारे इस जहाज के ऊपर भरोसा रखता है, मैं तो मेरा परमेश्वर के ऊपर भरोसा रखता हूँ. അദ്ദേഹം മുഴങ്കാലിൽ നിന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. जॉर्ज मुलर वहां घुटने टेक कर प्रार्थना करना शुरुआत किया. ചില മിനിറ്റ് കഴിഞ്ഞ് മഞ്ഞുരുകി മാറാൻ തുടങ്ങി. और कुछ समय के पश्चात वहां जो आमीन कोहरा या उस समय की बर्फीले परिस्थिति जो थी वो वहां से पिघलने लगी. ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങി. और परमेश्वर का कार्य वहां पर आमीन शुरू होने लगा. കറക്റ്റ് 9 മണിയായപ്പോൾ അദ്ദേഹം ക്യൂബക്കിലെത്തി. ठीक अगले दिन 9 बजे वो क्यूबेक नाम की जगह में पहुंच जाता है. ക്യാപ്റ്റൻ മുള്ളറോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം ഭയങ്കര സ്ട്രോങ് ആണ്. कप्तान मुलर से इस प्रकार कहता है कि आपका विश्वास जो है वो बेहद मजबूत विश्वास है. മുള്ളർ അങ്ങനല്ല, और मुलर इस प्रकार उस कप्तान से कहने लगा ऐसा नहीं है. ഞാൻ വിശ്വസിക്കുന്ന ദൈവം വളരെ സർവശക്തനാന്ന് പറഞ്ഞു. और वो कहने लगा कि मैं जिस परमेश्वर में विश्वास करता हूँ वो सर्वशक्तिमान है. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സുഷുലൊക്കെ തടസ്സങ്ങൾ നമ്മൾ നേരിടാറുണ്ട്, ഭാരങ്ങൾ നേരിടാറുണ്ട്. प्रिय लोगों, हम कई बार अपनी सेवकाई में और हमारे जीवन में कई रुकावट और कई प्रकार की बोझ भरे अनुभवों को हम सामना करते हैं. ആ തടസ്സങ്ങൾ ഭീകരമായി തോന്നാറുണ്ട്. और हो सकता है कि वो रुकावट जो है हमारे जीवन में बहुत भयानक अनुभव लेकर आता हो. നമ്മുടെ തടസ്സത്തെക്കാട്ടി പ്രശ്നത്തെക്കാട്ടി സർവശക്തനാണ് വലിയ ദൈവം എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. हमारी परिस्थितियों से या हमारी रुकावटों से भी बढ़कर हमारा परमेश्वर सर्वशक्तिमान है, ये बात को हमें जान रखना है. മീഖ ഒരു കാര്യം പറഞ്ഞു 7:7, ഞാൻ യഹോവയിലേക്ക് നോക്കും. मीका जो नबी था इस प्रकार से एक बात को कहने लगा कि मैं तो मेरा परमेश्वर की ओर देखूंगा. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്നുള്ള സാഹചര്യം വന്നപ്പോൾ മീഖ മുട്ടുമെന്ന് പറയാ, ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനെ കാത്തിരിക്കും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. और कई रीति से भी वे आगे नहीं बढ़ पा रहे हैं. ऐसे जब प्रभु के दास को अनुभव हुआ तो प्रभु के दास इस प्रकार कह रहा है कि मैं तो मेरा परमेश्वर की ओर देखूंगा और वो मेरे लिए उद्धार का कार्य को करेगा. ബാക്കി ഞാനോ എന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നോക്കാൻ ആളുണ്ട്. ആ ദൈവം എന്റെ രക്ഷയുടെ ദൈവമാണ്, എന്റെ പ്രാർത്ഥന കേൾക്കും. He will hear me. ഇന്ന് പകൽക്കാലം നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ തടസ്സങ്ങളോ മുന്നോട്ട് പോകാൻ സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്ത മേഖലയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന് വിളിച്ചു വന്നിരിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ആ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. എവിടെയുണ്ടോ അവിടേക്ക് നീട്ടപ്പെട്ട കരമായി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിലേക്കാണ് കണ്ണുയർത്തുന്ന യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം മറക്കരുത്.
और मीका कह रहा है कि मैं तो परमेश्वर की ओर बाट जोता रहूंगा और परमेश्वर मेरी सुनेगा। तो इसी प्रकार प्रभु के लोगों, हमारे भी जीवन में हमें ये बात को याद रखना है कि हम किसी भी परिस्थिति में, बंधे हुए अवस्थाओं में क्यों ना हो, हम प्रभु की ओर जब देखेंगे और प्रभु का इंतजार करेंगे तो हमारे हर एक परिस्थिति में से हमें बाहर लेकर आकर हमारे जीवन में छुटकारा देने वाला परमेश्वर है हमारा प्रभु। यह बात को भूलना नहीं है। യോബിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. और अयूब के जीवन भी ऐसी एक अनुभव में वो आ पहुंचा था। എല്ലാം നഷ്ടപ്പെട്ടു. सब कुछ नष्ट हो चुका है। എന്റെ ആട് പോയി, उसकी जो भेड़ बकरियां हैं वो नष्ट हो गए, എന്റെ കഴുത പോയി, उनके गधे नष्ट हो गए, എന്റെ കുട്ടികൾ പോയി, और उनके बच्चे भी जो है नष्ट हो गए। ചുരുങ്ങുമ്പോ എല്ലാം പോയി. देखते देखते सब कुछ उसके जीवन में नष्ट हो गई। താൻ മുകളിലേക്ക് നോക്കിയപ്പോ തന്റെ കണ്ണ് ചെന്ന് ഉടയ്ക്കത് തന്നെ സ്നേഹിക്കുന്ന ദൈവത്തിലാണ്. जब अयूब स्वर्ग की ओर देखता है तो उसकी आंखें उसे प्रेम करने वाले परमेश्वर की ओर जा लगता है। ആ ദൈവത്തെ കണ്ടു പറഞ്ഞ് എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുണ്ട്. और उस परमेश्वर को देखकर अयूब कह रहा है कि मेरा उद्धारकर्ता जीवित है। ഒരു വെളിപ്പാട് അവന്റെ അകത്തോട്ടം കയറി, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. एक प्रकाशन अयूब के जीवन के अंदर पहुंच जाता है। वो कह रहा है कि मेरे उद्धारकर्ता आज भी जीवित है। നമുക്ക് ദൈവത്തോട് എന്ത് ചോദിക്കാം യോബിനെ പറ്റി? हम परमेश्वर से जाके पूछेंगे अयूब के विषय में, ദൈവമേ, ഭക്തനെ യോബിനെ എന്താ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? और हम ऐसे पूछते हैं सवाल कि हे परमेश्वर, एक भक्त व्यक्ति इस अयूब के साथ ऐसे अनुभव क्यों आ रहे हैं? അന്ന് തന്നെയല്ലേ പറഞ്ഞ യോബ് ഭക്തനാണെന്ന്? आप ही ने तो कहा था कि अयूब एक भक्त इंसान है। ഇപ്പം ചാകും എന്നൊരവസ്ഥയിൽ യോബ് എത്തി നിൽക്കുന്നത്. अयूब का परिस्थिति अब इस वक्त या इस हालात में आ पहुंचा है कि अगले क्षण कभी भी वो मर सकता है। ആർക്കും സഹായിപ്പാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് യോബ് തള്ളപ്പെട്ടു. कोई भी उसे मदद नहीं कर पाएंगे, ऐसी एक अवस्था में अयूब जाकर पहुंचता है। പക്ഷെ യോബിന്റെ പ്രത്യാശ മങ്ങിയില്ല കേട്ടോ. परंतु अयूब का जो आशा जो थी वो कभी भी नष्ट नहीं हुआ। തക്ക സമയം ദൈവം കയറി ഇടപെടാൻ തുടങ്ങി. और ठीक समय पर परमेश्वर अयूब के लिए काम कर रहा था। യോബും ദൈവമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. अयूब परमेश्वर से बातें करने लगे। ഇതെല്ലാം കഴിഞ്ഞ് ഇരട്ടി അനുഗ്രഹമൊക്കെ വാങ്ങി, കൊടുത്തതിന് ഇരട്ടി കിട്ടി, സന്തോഷത്തോടെ തിളങ്ങി നിൽക്കുമ്പോ യോബിനോട് ചോദിച്ചു, നീ ഇത്രയും കഷ്ടമൊക്കെ അനുഭവിച്ചു, നിനക്കത് സാക്ഷ്യം പറയാനുണ്ടെന്ന് ചോദിച്ചു. और सब कुछ होने के बाद जो नष्ट हुआ था वो दुगना प्राप्त करने के बाद अंत में परमेश्वर अयूब से पूछता है कि अब तुझे कुछ कहना है क्या? അപ്പൊ അദ്ദേഹം പറയുവാ, എന്റെ കാഴ്ചപ്പ എന്റെ ഭാവന കേട്ടോ, അദ്ദേഹം പറയാ, എനിക്ക് ദൈവത്തെ മുഖാമുഖം കാണാൻ പറ്റി. तो ये मेरी भावना को मैं कह रहा हूं कि अयूब परमेश्वर से इस प्रकार उत्तर दे रहा है कि मुझे एक अनुभव मिला है जो मैं परमेश्वर को आमने सामने में अपने जीवन में देख പിന്നെ पाया हूं। എന്നെ നിയന്ത്രിക്കുന്നത് ഞാനല്ല, ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. दूसरी बात, मुझे ये बात में पता चला कि मुझे नियंत्रण करने वाला मैं नहीं, मेरा परमेश्वर है। ये मैं अच्छे से समझ पाया हूं। നമ്മൾ നിയന്ത്രിക്കാൻ പോകുമ്പോഴാ പ്രശ്നമാകുന്നത്. हम अधिक बार अपने जीवन को जब नियंत्रण करने चलते हैं तब सारी समस्याएं खड़े हो പുറകിലോട്ട് जाते നോക്കി हैं। എന്നെയും നിങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല, സാഹചര്യങ്ങളല്ല, സ്വർഗത്തെ ദൈവമാ. സാഹചര്യങ്ങളുടെ മേൽ കൃപ നൽകി, ബലം നൽകി, ഒരു സ്റ്റെപ്പ് വെക്കാൻ ശക്തി നൽകി, ഉൾക്കരുത്വം നൽകി മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ട്. और आप पीछे की ओर मुड़कर देखें तो ये बात आपको अनुभव होगा कि आपके पिछले सालों में, समयों में आपको चलाने वाला आप नहीं परंतु आपका परमेश्वर है। इसलिए आप अपनी परिस्थिति को देखते हुए पीछे की ओर ना जाए परंतु आपको चलाने वाला प्रभु की ओर देखते हुए आगे की ओर बढ़ता रहे। മലയാളത്തിൽ ഇങ്ങനെ പാട്ടുണ്ട്, നായകൻ അവൻ നമുക്ക് മുമ്പിലായി നൽവഴികളെ നിരത്തിടുന്നവൻ. നമ്മളാണോ നിരത്തുന്നത്? സ്വർഗത്തെ ദൈവമല്ലേ.
और मलयालम में इस प्रकार का एक गीत गाया जाता है कि वो परमेश्वर हमारे लिए एक नायक बनकर, अगुआ बनकर हमारे लिए वो रास्ता तैयार करते जाता है। तो उसका अर्थ इतना ही है कि हम अपने लिए रास्ता नहीं बनाते हैं, परमेश्वर हमारे लिए रास्ता तैयार करता है। 104 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് ആദ്യം പറയുക, എന്റെ ദൈവമായ യഹോവൻ ഏറ്റവും വലിയവൻ. और 104 भजन संहिता में भजन संहितकार दाऊद इस प्रकार परमेश्वर से कहता है, हे मेरा परमेश्वर यहोवा, तू सबसे महान है। ദൈവമല്ല സകലത്തെയും സൃഷ്ടിച്ചത്, परमेश्वर ही है जो सब कुछ का उत्पन्न करने वाला है। ആ സങ്കീർത്തനത്തിൽ വയലിലേക്ക് വെള്ളം വിടുന്നു, കാട്ടിലെ മൃഗങ്ങളെ പറ്റി, സമുദ്രത്തിലെ എല്ലാത്തിനെ പറ്റി ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. और उसी भजन संहिता में बहुत सारी प्रकृति की बातों के बारे में वर्णन किया गया है। सारी बातें जो प्रकृति से आमीन संबंधित है वहां पर वर्णन करते हैं। ദാവീദ് ദൈവത്തെ നോക്കി ഇങ്ങനെ ജാഗരിച്ചുകൊണ്ടിരിക്കുക. दाऊद परमेश्वर की ओर देखते हुए ऐसी मनन करते हुए बैठे हुए ഓരോ हैं। വാക്യത്തിലും ദ ക്രിയേറ്റീവ് പവർ ആൻഡ് സസ്റ്റൈനിങ് പവർ. और एक एक आयत में दाऊद परमेश्वर का सृष्टि करने का सामर्थ और उसको निरंतर बनाए रखने का उस सामर्थ के बारे में बताते हैं। ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് മോശയുടെ ജീവിതത്തെ പറ്റി. ഒരു കുട്ടിയുടുപ്പ് ഇട്ട് പെട്ടകത്തിനകത്ത് വെച്ച് അവൻ ഈ മോശക്കുഞ്ഞിനെ തള്ളി വിട്ടതാ. मैं कई बार मूसा के बारे में ऐसे सोचता रहता हूं कि मूसा का जीवन ऐसा एक अवस्था में, जब वो छोटा बालक था तो एक छोटी सी कपड़े पहनाकर एक छोटे से टोकरी में डालकर उसको बहा दिया गया था। അവന്റെ അടക്കം വരെ സ്വർഗം ഏറ്റെടുത്തു, അടക്കം വരെ. लेकिन उस मूसा का जीवन का सारा नियंत्रण परमेश्वर ने ले लिया। इतना ही नहीं, उसके दफनाने का काम भी स्वर्ग का जिम्मेदारी था। അവനെ പഠിപ്പിച്ചതാരെ, ഉയർത്തിയതാരെ, നടത്തിയതാരെ, ശുശ്രൂഷ കൊടുത്തതാരെ, വിളിച്ചതാരെ, അവസാനം വരെ ശവടക്ക് പോലും സ്വർഗം ഏറ്റെടുത്തെങ്കിൽ ദൈവത്തിന്റെ പേര് ഞാൻ പറയാം, എന്നെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള സത്വനായ ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നതെങ്കിൽ തളർന്നു പോകേണ്ട. ഭാരപ്പെടും. വഴി അടയുമ്പോൾ നിനക്കൊരു കർത്താവുണ്ട്, അവിടേക്കൊന്ന് കണ്ണുയർത്തിയാൽ മതി. मूसा का जीवन में हम देखते हैं कि मूसा के जीवन में जन्म से लेकर उसके मृत्यु के समय तक जो कुछ भी मूसा ने अपने जीवन में हासिल किया है, चाहे पढ़ाई शिक्षा हो या अपने आमीन नौकरी हो या सेवकाई हो, जो कुछ भी वो परमेश्वर की ओर से है। इसलिए परमेश्वर के प्रिय लोगों, ये बात को समझ रखना जरूरी है कि आपका कोई खुली हुई द्वार बंद हो जाए उसका अर्थ ये नहीं कि आप सब कुछ नष्ट हो चुके हैं, परंतु आप प्रभु की ओर देखते हैं, स्वर्ग की ओर देखते हैं, तो परमेश्वर आपके लिए काम करेगा। മക്കളെ മിസ്ര വിടുവിച്ചത് മുതൽ കനാലിലെത്തുന്നിടം വരെ അവരെ മേഘസ്തംഭവും അഗ്നിത്തോടും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. और इजराइल लोगों को जीवन में हम देखते हैं कि मिस्र में से छोड़कर उस कनान देश में पहुंचने तक हमें रात के समय अग्नि की खंबा बनकर, दिन के समय मेघ का स्तंभ बनकर परमेश्वर ने उनकी अगुवाई किया था। ഒരിക്കലും സ്തംഭം അവരെ വിട്ടുമാറിയിട്ടില്ല, മേഘസ്തംഭം വിട്ടുമാറിയിട്ടില്ല, ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. और एक भी क्षण, एक भी दिन उनके जीवन में से परमेश्वर ने दिए हुई प्रबंध उनके सामने से छोड़कर नहीं जाता है। അവരെ കയ്യിലുള്ള ആഹാരം തീർന്നെങ്കിലും മന്ന ഒരിക്കലും തീർന്നിട്ടില്ല. ദൈവമക്കളെ ഞാനും പറയാം, ഇന്നു രാവിലെ എന്നെ കേൾക്കുന്നവരിൽ നിരാശപ്പെട്ട് ജീവിതത്തിന്റെ നാൽക്കവലകളിൽ ആരെങ്കിലും തളർന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ ദൂതനങ്ങൾ കൈമാറുക. സ്വർഗത്ത് ദൈവമുണ്ട്. ആ സാഗരത്തിൽ ഈ പ്രശ്നം, ഈ പ്രതികൂലം, ഈ തടസ്സം ഒരൊറ്റ കാറ്റിൽ മാറാവുന്നതേ ഉള്ളൂ. ഒറ്റ കാറ്റ് മതി. ഒരു കാറ്റ് മതുമ്പോൾ, ഇതിന് കാലില്ലല്ലോ, കാറ്റ് ഈ മേഘത്തിന് ഒറ്റ കാറ്റ് മതി നിയന്ത്രിച്ച് നടത്താൻ. ദൈവത്തിലേക്ക് കണ്ണുയർത്തിയാൽ ചുവട് വെക്കാനുള്ള ശക്തി തന്ന് മുന്നോട്ട് ദൈവത്തെയാണ് സേവിക്കുന്ന യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം മറക്കരുത്.
അവൻ आज सुबह के समय एक संदेश आपको हम इस प्रकार देना चाहते हैं कि आप हमें सर्वशक्तिमान परमेश्वर की ओर आप ताकते रहेंगे तो आपके जीवन में बादल के समान आकर घेरने वाली समस्याओं को परमेश्वर एक ही वायु से उसको हटा देगा और आपके जीवन की सारी आशीषों को आप अनुभव करने के लिए प्रभु आपके जीवन में रास्ता खोलेगा। അപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കാത്തതിന്റെ കാരണം आकाश मंडल में जो प्रकाश ना दिखाई देने का कारण यह है മേഘം മൂടിയിരിക്കുക, बादल पूरा छाया हुआ है, മൊത്തം മേഘം കൊണ്ടങ്ങ് മൂടിയിരിക്കുക. पूर्ण रीति से पूरी आकाश मंडल बादल से घेरे हुए हैं। മേഘത്തിന് കാലില്ലല്ലോ, ये जो बादल है इसे पैर तो नहीं है, മേഘത്തിന് ബേസ് ഇല്ലല്ലോ. ये बादल जो है उसे कोई भी प्रकार का नींव तो नहीं है। കാറ്റടിക്കുന്നതിനനുസരിച്ച് മാറിപ്പോക്കോളും. जैसे ही वायु चलता है वैसे वैसे वो अपनी दिशा बदलती रहती हैं। ഒറ്റ കാറ്റ് കൊണ്ടല്ലേ ചെങ്കടൽ നല്ല ഹൈവേ ആയിട്ട് ദൈവം മാറ്റിയത്. एक ही प्रचंड वायु से उस लाल समुद्र को परमेश्वर ने एक बड़ा महामार्ग के रूप में बदल दिया। അവിടെ തളർത്തിയ അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തിയ വിഷയത്തെ ദൈവം ഒരൊറ്റ കാറ്റ് കൊണ്ടല്ലേ നമ്മൾ ഈ വരി ഉണങ്ങിയ നിലത്തോട് നടന്നു അവർ കാൽനടയായിട്ട് നടന്നു പോകുന്ന വചനം പറയുന്നത്. और उन्हें प्रश्न के घेरे में डालने वाले ऐसी समस्याओं के बीच में भी परमेश्वर ने एक प्रचंड वायु चलाकर वे आमीन उस लाल समुद्र को आमीन दो भाग में विभाजन कर देते हैं। और परमेश्वर का वचन ये बात को हमें बताता है कि इजरायली लोग उस सूखे रास्ते से पैदल होकर उस लाल समुद्र को उन्होंने पार किया। ഒറ്റ കാറ്റ് മതി, एक ही वायु काफी है। നമ്മൾ പറഞ്ഞു ഒരു വാക്ക് മതി എല്ലാം മാറാൻ. और हम जैसे गाते हैं एक शब्द काफी है प्रभु सब कुछ बदलने के लिए। കർത്താവേ ഞാൻ മുട്ടുമടക്കുമ്പോൾ ഒരൊറ്റ കാറ്റ് മതി എന്റെ പ്രതികൂലം മാറാൻ. ഇതിന് കാലില്ലല്ലോ, മാറ്റി എന്നെ ബലപ്പെടുത്താൻ കർത്താവിന് ഒറ്റ കാറ്റ് മതി, ഒരിടപെടൽ മതി. और हम जैसे आमीन प्रभु से कहना है कि परमेश्वर मैं आपके सामने जब घुटने टेकता हूं तो मेरी परिस्थिति को एक ही हवा काफी है कि उस हवा से उस सारी बादल जैसे छाने वाली अनुभव मेरे जीवन से निकल जाए और प्रभु आपके उस काम के लिए हम इंतजार करते हैं। അതൊരിക്കലേ എന്റെ സെമിനാരി വെച്ച് എനിക്കന്ന് ആരും സപ്പോർട്ട് ഇല്ലായിരുന്നു, ഞാൻ സ്പോൺസർ ഇല്ലാതെ പോയി. അപ്പൊ അവിടെ വെച്ച് പറഞ്ഞു एक बार मैं अपनी आमीन सेमिनारी में जहां मैं बाइबल अध्ययन किया था, मैं अकेला था, मुझे कोई वहां पर उस समय मदद करने के लिए नहीं था। സ്പോൺസർ ഇല്ലാതെ പഠിച്ച ഒരു വ്യക്തി ഉണ്ട്, ഞാൻ മാത്രമുള്ളവർ. कोई भी स्पॉन्सर दिए बिना पढ़ाई किया हुआ यदि कोई है तो मैं ही था वहां पर। ഞാൻ ഗുജറാത്തിൽ വെച്ച് സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചർച്ചിൽ ഒരു ദൈവദാസൻ വന്നു. मैं जब गुजरात में सेवकाई कर रहा था मेरे कलीसिया में एक परमेश्वर के दास आ जाता है। അദ്ദേഹം പറഞ്ഞു എനിക്ക് നട്ടലില്ലെന്ന്. और वो प्रभु के दास इस प्रकार कह रहा था कि मुझे मेरे रीढ़ की हड्डी नहीं है। ബസ് കണ്ടക്ടർ ആയിരുന്നു. वो एक बस में एक टिकट लेने का काम करते थे। കണ്ടക്ടർ അപ്പം ഇതിന് ആക്സിഡന്റ് ഉണ്ടായി, ഇവിടെ നട്ടെല്ലാം പോയി. और एक बस की दुर्घटना होने से उनका जो हड्डी जो है रीढ़ का वो नष्ट हो गया। പുള്ളി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്റെ ഭാവി ജീവിതം ഞാൻ അങ്ങേക്ക് തരാം, എന്റെ കർത്താവിന്റെ വേല ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നട്ടലില്ലാതാ പുള്ളി ഇപ്പൊ ശുശ്രൂഷിക്കുന്നത്. और वो प्रभु के दास परमेश्वर से इस प्रकार कहने लगा कि हे परमेश्वर यदि आप मुझे जीवित रखते हैं या अच्छे अनुभव सामर्थ्य में रखते हैं तो मैं आपके लिए सेवकाई करूंगा। और आज भी वो प्रभु की सेवकाई करते हैं बिना कोई रीढ़ के हड्डी के बिना। मैं उस व्यक्ति को ऐसे ही देखता रह गया क्योंकि वो हमेशा घुटने में बैठा करता है। 120 കോടി ജനത്തിന്റെ നട്ടലില്ലാത്ത ഒരു വ്യക്തി ഉണ്ട്, ഞാനാ. പുള്ളി പറഞ്ഞു ദൈവം എന്റെ നട്ടല്ലെന്ന്.
और वो इस प्रकार कहने लगा कि करोड़ों लोगों के सामने यदि कोई जो हड्डी के बिना है तो मैं ही हूं, क्योंकि मुझे वो रीढ़ की हड्डी मेरे शरीर में नहीं है। നമുക്ക് നിസ്സാര വിഷയത്തിൽ ഭാരപ്പെടുന്നവരാ. നട്ടല്ലില്ലാതെ നിർത്താൻ കഴിവുള്ള ഒരു സർവശക്ത ദൈവമുണ്ടെങ്കിൽ ദൈവമക്കളെ ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കർത്താവിന് ഒറ്റ സെക്കൻഡ് മതി. ഇന്ന് और ഞാൻ അങ്ങനെ हम നിങ്ങളുടെ കണ്ണ് കർത്താവിൽ അങ്ങ് ഉടക്കണം. നിങ്ങളുടെ ശുശ്രൂഷയുടെ ഗതി മാറും, റൂട്ട് മാറും, നിങ്ങളുടെ നിരാശ മാറും. ചുമ്മാ ആവശ്യമില്ലാത്തവരും അതില്ലേ ഇതില്ലേ. और प्रभु के लोगों, हमें बात को हमेशा समझ लेना है कि एक व्यक्ति जिसको रीढ़ की हड्डी नहीं है, उसे यदि परमेश्वर खड़ा कर सकता है, तो हमारी और आपके जीवन का भी नियंत्रण प्रभु के हाथ में हम यदि दे देते हैं, प्रभु की ओर हम देखते रहेंगे, बाट जोते रहेंगे, तो परमेश्वर आप हमारे जीवन में कार्य करेगा। और हम यूं ही ये नहीं है, वो नहीं है, ऐसे शिकायत करते नहीं बैठेंगे। ചില ആൾക്കാരുണ്ട് ഇല്ലാത്തത് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും, ഉള്ളത് പറയത്തില്ല, ഇല്ലാത്തത് പറഞ്ഞ് 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 അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. और कई लोग ऐसे होते हैं कि जो है उसके बारे में तो बताते नहीं है, जो नहीं है उसके बारे में बोलते 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 बैठते हैं। ഇങ്ങനെ പറയണം, രാവിലെ എന്നും രാവിലെ എനിക്ക് 2 കാലുണ്ട്, और हर दिन आप सवेरे इस प्रकार से बोलना है कि मुझे 2 पैर हैं, എനിക്ക് 2 കൈയുണ്ട്, मुझे 2 हाथ है, എനിക്കൊരു ഹൃദയമുണ്ട്, मुझे परमेश्वर ने एक हृदय दिया है, 207 അസ്ഥികളുണ്ട്, 207 हड्डियां प्रभु ने दी हैं, സൂര്യനുണ്ട് ആകാശത്തിൽ, സൂരജ്, और आकाश मंडल में सूरज दिखाई देता है, ചന്ദ്രനുണ്ട്, എല്ലാം ഉണ്ട്, കാലുണ്ട്, കൈയുണ്ട്, സകലമുണ്ട്, സ്വർഗത്ത് ദൈവമുണ്ട്. പിന്നെ എന്നാ വേണം? ഉള്ളതെന്ന് പറഞ്ഞതേ, ഉള്ളത് ഓർത്ത് സ്വോത്രം ചെയ്താൽ ഇല്ലാത്ത ഓർഡർ ചെയ്തെങ്കിൽ വരും. ഞാനൊരു സത്യം പറയാം, ഇല്ലാത്തതിനെ ഓർത്ത് പെറുപെറുക്കാതെ തന്നതിനെ ഓർത്ത് സ്വോത്രം പറഞ്ഞാൽ ഓർഡർ മോളിൽ നിന്ന് വരും. और जो है आपके हाथ में, उसी के विषय में यदि परमेश्वर को धन्यवाद करते रहें, तो ये जो आपके जीवन में नहीं है वो प्रभु अपने आप आपके जीवन में भरता रहेगा, और हमारे जीवन प्रभु की ओर से आशीषित बनेंगे। ദൈവത്തെ കണ്ടോണ്ടാണ് ഇറങ്ങി തിരിച്ചേ. आप यदि प्रभु की ओर देखते हुए इस मार्ग में निकल चले हैं, तो ആദ്യം സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. वो परमेश्वर परिस्थितियों का नियंत्रण करने के लिए वो सामर्थी प्रभु है। ഇന്നത്തെ സാഹചര്യങ്ങളെ തളർത്തുന്ന ഒരു പറ, ആ സാഹചര്യത്തെ ഓവർകം ചെയ്യാനുള്ള കൃപ തരാൻ കർത്താവ് ശക്തനാണ്. आज परिस्थिति आपको थका देने वाली अनुभव में लाते हैं, तो आज आप ये बात को बताना है कि परिस्थिति के ऊपर नियंत्रण करने के लिए मेरा परमेश्वर सामर्थी है। God is so powerful. परमेश्वर सामर्थी प्रभु है। God is so powerful എന്ന് വെച്ചിട്ട് നമ്മളൊരു ദൈവമേ ഓരോരുത്തർ ഇരിപ്പ് കണ്ട കർത്താവേ, എന്റെ കർത്താവേ, ഹല്ലേലൂയ. ഒരിക്കലേ മാർട്ടിൻ ലൂതർ, പിന്നെ ഈ നമുക്കറിയാലോ മാർട്ടിൻ ലൂതർ റിഫോർമർ ആയിരുന്നല്ലോ, അദ്ദേഹം ഒരിക്കൽ ക്ഷീണിച്ച് തളർന്നങ്ങ് വാടിത്തോടി കിടക്കുക. और हम मार्टिन लूथर नाम की व्यक्ति के बारे में जानते हैं। बड़ा सा एक एक बड़ा सा अनुभव मसीही समाज के बीच में वो लाए हुए हैं। एक बार ऐसा हुआ कि ये व्यक्ति कुछ कारणवश निराश होकर थके हुए हालात में बैठ रहे थे। ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ ദൈവസഭയെ ആദ്യ നവീകരണ പ്രസ്ഥാനത്തിന്റെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് പുള്ളി ക്ഷീണിച്ച് തളർന്ന് കിടക്കുമ്പോൾ ഭാര്യ എന്തറിയാവോ, കറുത്ത കോട്ടം കിട്ട്. और जब मसीही कलीसिया के इतिहास में उन काले पन्नों का उस समय जब छाए हुए थे, आमीन, इस मार्टिन लूथर नाम के व्यक्ति ने बड़ा सा विकास और बड़ा सा एक पुनर्अनुभव को आमीन लेकर आए। लेकिन ये व्यक्ति आमीन एक दिन किसी कारण से निराश होकर थके हुए हालत में बैठे थे, तो उनकी पत्नी ने एक काम किया कि एक काला सा कमीज उन्होंने पहन लिया। മാർട്ടിൻ ചോദിച്ചു, എന്താ പറ്റി? मार्टिन लूथर उनसे पूछने लगा, क्या हुआ? എനിക്ക് ദുഃഖ ദിവസമാണ്. और वो पत्नी उनसे कहने लगा कि आज मेरे दुख मनाने का दिन है। എന്താ കാരണം? क्या कारण है, उन्होंने पूछा। എന്റെ ഭർത്താവിന്റെ ദൈവം ചത്തുപോയി. मेरा पति का परमेश्वर जो है वो मर चुका है। പുള്ളി ചാടി എന്നിട്ട് ബലപ്പെട്ടു,
സ്റ്റെപ്പ് എടുത്തു വെച്ചു. ഇതുപോലെ ഞാൻ ദൈവം സ്വർഗത്തിലുണ്ടെങ്കിലും അവൻ ജീവിക്കുന്നെങ്കിൽ, ആ കണ്ണുകൾ കാണുന്നെങ്കിൽ, ആ ചെവി കേൾക്കുന്നെങ്കിൽ, ആ കരം ചലിക്കുന്നെങ്കിൽ, പറ എന്റെ സാഹചര്യം ഒറ്റ കാറ്റ് മതി, ഒറ്റ ഇടപെടൽ മതി. और तुरंत मार्टिन लूथर ये बात को सुनकर उठकर खड़े हो जाते हैं और प्रभु के काम में फिर से कार्यरत होते हैं। तो आज हमारी और आपके जीवन को थकाने वाला, हमें और आपको निराशा देने वाला ऐसे कोई अनुभव हमारे जीवन में आते हैं, तो ये बात को आज ही सुबह के समय में हम कहने पाए कि मेरा परमेश्वर जीवित है, वो मेरे लिए जीवन में सब कुछ नियंत्रण करता है। മീകയോട് ചേർന്ന് പറയണം, therefore I look to the Lord of my salvation, and God will hear me. और मीका का साथ हम भी मिलकर कहने पाए कि मैं मेरे परमेश्वर की ओर बाट जोऊंगा और मेरा परमेश्वर मेरा सुन लेगा और वो मुझे मेरी परिस्थितियों में से छुड़ा कर ले आएगा। ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. एक और घटना बताकर मैं समाप्त करना चाहूंगा। എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ആമാൻ സകല വഴികളും പൂട്ടിക്കളഞ്ഞു. और एस्तर की पुस्तक में हम जानते हैं हामान नाम के व्यक्ति ने सारी रास्तों को यहूदियों के लिए बंद कर दिया। ദൈവമക്കളെ കൊല്ലാൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. परमेश्वर के लोगों को मार देने के लिए दिन और तारीख की तय कर दी गई। ഇന്ത്യൻ മണി കണക്കൂട്ടി 72 കോടി രൂപ അങ്ങോട്ട് എണ്ണി കൊടുത്തത് ഖജനാവിലേക്ക് ഒരൊക്കെ തട്ടാൻ, ദൈവമക്കളെ തട്ടാൻ. और भारतीय पैसे के रूप में उनको दिए गए सिक्कों को गिना जाए तो 72 करोड़ रुपीस उन्होंने परमेश्वर के लोगों को मारने के लिए राजा के खजाने में रिश्वत दिया था। മുറക്കായി രട്ടുടുത്ത് ചാരം വാരിയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. मुर्दकाई जो थे टाट पहनकर वो अपने ऊपर राख डालकर वो प्रार्थना और उपवास करने लगा। എസ്തർ രാജ്ഞിയായിട്ട് തിളങ്ങി നിൽക്കുക. और एस्तर जो है रानी के रूप में बड़े अनुभव में वो खड़ी थी। എസ്തർ ഡ്രസ് കൊടുത്തയച്ചു. एस्तर अपने महल से मुर्दकाई के लिए कपड़े बेचती हैं। മുറക്കായി തിരിച്ചു കൊടുത്തയച്ചു. मुर्दकाई उसे वापस करा देता है। ചാക്ക് കൊടുത്തിരിക്കുക, ചാക്ക്. वो अपने ऊपर टाट पहने हुए अनुभव में बैठा हुआ है। എസ്തർ പറഞ്ഞു, ഒരു രക്ഷയില്ല ചിറ്റപ്പ, വഴിയെല്ലാം അടഞ്ഞിരിക്കുക, അടുത്ത 30 ദിവസത്തേക്ക് എന്നെ രാജധാനി ചെല്ലാൻ പ്രവേശനമില്ല, എല്ലാ വഴികളും അടഞ്ഞിരിക്കുക. और एस्तर मुर्दकाई से इस खबर बता देते हैं कि किसी भी रीति से राजा को मिलने का कोई अवसर नहीं है, अगले 30 दिन तक मुझे राजा के पास जाने की अनुमति नहीं है, कोई भी रीति से रास्ता हमारे लिए खुला हुआ नहीं है। ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ മുഖപ്രകാശം അവന്റെ അകത്ത് ചലിക്കാൻ തുടങ്ങി. പ്രശ്നം വരുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന്റെ പ്രകാശം അകത്ത് തട്ടിയില്ലെങ്കിൽ നമ്മൾ പോക്കാ, ദൈവമുഖത്തോക്കെ പോക്കാ. ഈ മനുഷ്യന്റെ സപ്പോർട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവ സഹായമാണെങ്കിൽ, ദൈവം നിന്റെ ബലമാണെങ്കിൽ, ദൈവം നിന്റെ മറവിടമാണെങ്കിൽ, കോട്ടയാണെങ്കിൽ നിനക്ക് രക്ഷയാ. സ്തോത്രം. और मैं एक बात आपको बताना चाहूंगा कि परमेश्वर का मुख का प्रकाश यदि हमारी समस्याओं के बीच में हमारे ऊपर ना चमके तो हमारा जीवन का परिस्थिति बेकार अनुभव में चले जाएंगे, क्योंकि हम चाहे कितने भी मनुष्य की सहायता लेने की कोशिश करें, वे कोई भी हमारे लिए कोई फायदे का नहीं रहता है। ഇതൊക്കെ പറഞ്ഞ ദൂതുണ്ട്, എന്നറിയാമോ? മറ്റൊരു വശത്ത് നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കും. മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്ന കാണുന്നില്ല, ഒരൊറ്റ കാറ്റ് മതി ഈ രേഖ മാറാൻ, ഒറ്റ കാറ്റ് മതി ഡേറ്റ് മാറാൻ. ദൈവമക്കളെ, രേഖ എഴുതി വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ സർവ്വകൃതയും. ഏതു സാഹചര്യത്തിലും ദൈവത്തിലേക്ക് നോക്കുന്ന ഭക്തന് വേണ്ടി കാറ്റടിപ്പിക്കും ദൈവത്തെ നമ്മൾ സേവിക്കും. യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം മറക്കരുത്. और मोर्दकाई ने इस प्रकार एस्तर को खबर दिला देता है कि आमीन, परमेश्वर जो है किसी और रास्ते से यहूदियों का छुटकारा और उद्धार का कार्य को करेगा। तो यही वचन में भी हमने आज सुबह के समय देखता है कि परमेश्वर सारी आकाश मंडल जो बादल से घेरे हुए हैं, एक वायु काफी है कि परमेश्वर उन सारी परिस्थितियों को बदल दे। हम और आपके जीवन में भी होने वाली समस्याएं, रुकावट, एक ही वायु प्रभु की काफी है कि हमारी समस्याएं हमारे
हमारे पास से दूर हो जाएं। ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ? प्रभु यदि हमारे साथ रहे तो हमारा विरोधी कौन रह सकता है। അവര് വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. और वे बिना भी पानी भी पिए उपवास और प्रार्थना करने लगे। അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം കാറ്റടിപ്പിക്കാൻ തുടങ്ങി, ചലിക്കാൻ തുടങ്ങി. പിശാചടച്ച വാതിൽ ഓരോന്ന് തുറന്ന് 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 ഹാമാൻ മൊർദെഖായിയെ ഹാമാന്റെ വീട്ടിൽ കൊണ്ടിരുത്തി. और जैसे ही वे प्रार्थना करने लगे, स्वर्ग का कार्य शुरू होने लगा और परमेश्वर एक 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 द्वार खोलते खोलते अंत में मुर्दकाई को राजा के महल में ले आकर बैठा देता है। When I am weak, God is so powerful. जब हम कमजोर हो जाते हैं तो परमेश्वर सामर्थी बनता रहता When है। I have nothing, God has everything. मेरे पास जब कुछ भी नहीं है, परमेश्वर के पास सब कुछ है। ആ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുയർത്താം. वो परमेश्वर की ओर अपनी आंखों को हम उठाएंगे। ഒരിക്കലും ഒരുത്തൻ ചെന്ന് ഹാമാനോട് പറയുക, एक बार एक जन जाकर हामान से इस प्रकार कहता है। അതൊക്കെ പോട്ടെ, ഹാമാന്റെ ഭാര്യ പറയാ എന്നറിയാവോ? മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴാൻ തുടങ്ങി, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കത്തില്ലെന്ന്. കണ്ടോ, സ്വന്തം ഭാര്യ. और किसी व्यक्ति का छोड़ दीजिए, स्वयं हामान की पत्नी हामान से कहता है कि तू यदि आमीन मुर्दकाई के सामने गिरना शुरुआत हो चुका है तो कोई भी तुझे उससे हाथों से बचा नहीं सकता, क्योंकि उसका परमेश्वर इतना सामर्थी परमेश्वर है। എന്നിട്ട് ഈ ഹാമനോട് പറയാ, എന്റെ ഭാവന കേട്ടോ, ഹാമാനെ, നിനക്ക് മൊർദെഖായിയെ തുടരണമെങ്കിൽ ആദ്യം ദൈവത്തെ അവിടുന്ന് മാറ്റണം. ദൈവത്തെ മാറ്റാൻ പറ്റും. और मुर्दकाई हामान की पत्नी हामान से इस प्रकार कहती हैं, ये मेरी कल्पना है, मेरा सोच है कि वो इस प्रकार बोलती है कि तुझे यदि मुर्दकाई को वहां से हटाना है तो पहले मुर्दकाई का परमेश्वर को वहां से हटाना पड़ेगा। क्या ये संभव है? പറ, എന്റെ ദൈവം സ്വർഗത്തിലുണ്ട്, എന്റെ ദൈവം എന്നെ സഹായിക്കും, ഈ സാഗരത്തിന്റെയും ബലം തരും, വഴിയെ തുറക്കും, വിശ്വസ്തയോടെ ചുവടുവെക്കാം. ഈ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സാജൻ, താങ്ക് യു വെരി മച്ച്. എനിക്ക് സമയത്ത് കർത്താദാസൻ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്യം നിറയിക്കുന്നു. കർത്താവ് എല്ലാവരും കേട്ട് ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു.